എനിക്ക് മിസ്സായിപ്പോയ എന്നാൽ തിയേറ്ററിൽ വലിയൊരു വിജയമായി തീർന്ന സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ സിനിമയുടെ റിവ്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമ്മുടെ രണ്ടുപേരുടെയും വ്യൂ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഈ റിവ്യൂ ഉപകരിച്ചേക്കാം. സോ OTTയിൽ ഇന്ന് ആ സിനിമ ഇറങ്ങി, സോണി ലിവിലാണ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് റിവ്യൂ ആലപ്പുഴ ജിംഖാന. ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടമായി. നല്ലൊരു അഡ്രിനാലിൻ റഷ് തരുന്ന രീതിയിലാണ് സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ ഫൈറ്റ് സീക്വൻസസ്, ഇപ്പോൾ ഒരു ബോക്സിങ് സീൻസൊക്കെ എടുത്ത ആ ഒരു മേക്കിംഗ് സ്റ്റൈല് നല്ല രസമുണ്ടായിരുന്നു. അത്രത്തോളം എനിക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ മ്യൂസിക് ആണെങ്കിലും നല്ല രീതിയിൽ അക്കമ്പനി ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ പടം കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഒട്ടും ഡിസ്ട്രാക്ഷൻസ് എനിക്ക് വരാത്ത രീതിയിൽ, അതായത് നല്ല രീതിയിൽ എന്നെ എൻഗേജ് ചെയ്യുന്ന രീതിയിലാണ് ആ പടം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇറ്റ് വാസ് എക്സ്ട്രീംലി നൈസ്. ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. തിയേറ്ററിൽ മിസ്സായ ഒരു സങ്കടം എനിക്കുണ്ട്. കാരണം തിയേറ്ററിൽ എത്രത്തോളം അഡ്രിനാലിൻ റഷ് തന്നേക്കാം എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഐ ഷുഡ് ഹാവ് വാച്ച്ഡ് ദിസ് ഇൻ തിയേറ്റർ, ബട്ട് സംഹൗ ഐ കുഡ്ന്റ്. പക്ഷെ എന്നാൽ പോലും ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ആക്ടിങ് വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് പറയുക മേക്കിംഗ് തന്നെയാണ്. കാരണം കഥ സിമ്പിളാണ്, പടത്തിൻ്റെ കഥ വളരെ സിമ്പിളാണ്. പക്ഷേ ഒരു സ്ഥിരം സ്പോർട്സ് ക്ലീഷേ ഇതിൽ വന്നിട്ടില്ല. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയൊരു അൺപ്രഡിക്റ്റബിലിറ്റി. അതായത് പടത്തിൻ്റെ പല റിസൾട്ടുകളും പല ഹാപ്പനിങ്സും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. നമ്മളിപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിം അല്ല, ഈ സ്പോർട്സ് ഡ്രാമ കാണുമ്പോൾ നമുക്ക് ഒരു പോയിന്റിലേക്ക് നമ്മൾ ബിൽഡ് ഔട്ട് ചെയ്ത് വരുമല്ലോ. സോ ആ ഒരു രീതിയിലുള്ള അല്ല പടം കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പടത്തിൻ്റെ ഡയറക്ഷൻ തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു, വിച്ച് വാസ് നൈസ്. ഇറ്റ് വാസ് നൈസ് ചേഞ്ച് ഫ്രം ദ യൂഷ്വൽ ഡ്രാമാസ്. ആകെ എനിക്കൊരു കല്ലുകടിയായിട്ട് തോന്നിയത് എൻഡിങ് ആണ്. അപ്പോൾ എൻഡിങ്ങിൽ ഇനിയിപ്പോൾ പറയാമല്ലോ സ്പോയിലർ, അതായത് പിന്നെ അസ്ലം മാനേജർ ആവുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് കുറച്ച് കല്ലുകടിയായിട്ട് തോന്നി. അതുവരെ ഫൈൻ. ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അതുവരെയുള്ള എല്ലാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കോമഡിയൊക്കെ എനിക്ക് വർക്കായി, ചിരിക്കാനുണ്ടായിരുന്നു. മേജർ പറഞ്ഞാൽ അഡ്രിനാലിൻ റഷ്. ഇപ്പോൾ ഓരോ ഫൈറ്റും എക്സൈറ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തി കാണിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി. ഇപ്പം എൻ്റെ ഒരു സ്കെയിലാണെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി. ബാക്കി വാച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഓൾറെഡി. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മൂവി? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ബൈ.